എന്തുകൊണ്ടാണ് മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്? എക്സാക്റ്റ് ഒരു കാരണം നമുക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് ഇന്നതുകൊണ്ടാണ് വരുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് വേദന എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം അവിടെ മസിൽസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും വേദന വരുന്നത്, അല്ലെങ്കിൽ അവിടെ എല്ലിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും വേദന, നമുക്ക് പറയാൻ ഒരു എളുപ്പമാണ്. എന്നാൽ തരിപ്പും മരവിപ്പും അങ്ങനെയല്ല. അതൊരു പ്രത്യേകതരം ഫീലാണ്. ചില വ്യക്തികൾക്ക് ഈ മരവിപ്പ് എന്ന് പറയുന്നത് രാവിലെ ഒരു തരം സ്റ്റിഫ്നെസ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ സന്ധിഭാഗത്തിലും ആമഭാഗത്തിലൊക്കെ കാണുന്ന രീതിയിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻസൊക്കെ ഭയങ്കര സ്റ്റിഫായി ബലം വെച്ച് അവർക്കത് നിവർത്താനും മടക്കാനുള്ള പ്രയാസമായിരിക്കും. ചില പേഷ്യൻസിന് കാണുന്ന മരവിപ്പ് തരിപ്പ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അവർക്കിപ്പോൾ ഒരു സ്ട്രോക്ക് ഹിസ്റ്ററി, ഒരു ഭാഗം തളർവാദം വന്ന ആളാണെങ്കിൽ, ഇപ്പോൾ അവർക്ക് ഒരു സൈഡോ അല്ലെങ്കിൽ അരക്കുന്ന കീപ്പോട്ടൊക്കെ തളർന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ പ്രൈമറി റീസണായിട്ട് പറയുന്നത് രക്തോട്ടത്തിൻ്റെ കുറവായിരിക്കും. ഇപ്പം പ്രോപ്പറായിട്ടൊരു ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല എങ്കിൽ ഈ പറയുന്ന മരവിപ്പ് കാണാറുണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ ചില അനുഭവങ്ങളുണ്ടായിരിക്കും. നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു ഫിലിം കാണാനൊക്കെ ഒരു കസാല കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കാലൊക്കെ മടക്കി ചമർ പണിഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത്തെ മരവിപ്പൊക്കെ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് എല്ലാ കോശങ്ങളിലേക്കും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് ഫ്ലോ ഇല്ലാതാവുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പൈപ്പൊക്കെ ഉപയോഗിച്ചിട്ട് വെള്ളം നനക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ പൈപ്പ് ഏതെങ്കിലും ഭാഗത്ത് ഫോൾഡായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാട്ടർ ഫ്ലോക്ക് ഒരു പ്രശ്നം ഉണ്ടാവും. ഇതേപോലെ നമ്മൾ ശരീരമൊക്കെ മടക്കിയിരിക്കുകയാണെങ്കിൽ, ചമ്മറ പണിഞ്ഞിട്ടും അതുപോലെ താഴത്തേക്ക് ഇരിക്കുകയാണെങ്കിലൊക്കെ ഇവിടെ ഈ രക്തക്കോലുകൾ ബെൻഡാവാനും അല്ലെങ്കിൽ അവിടെ ഒരു ബ്ലോക്ക് വരാനും കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മരവിപ്പ്, നമ്പനസ് എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇപ്പോൾ കാണുന്ന റിസൻ്റായിട്ട് കാണുന്ന മിക്ക തരിപ്പിൻ്റെയും മരവിപ്പിൻ്റെയൊക്കെ ഒരു ബാക്കിലൊരു കാരണമായിട്ട് പറയുന്നത് ന്യൂറൈറ്റിസ് ആണ്. അതിന് ഒരുപാട് കാരണം കൊണ്ട് വരും. അപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ വന്ന പേഷ്യൻസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതിയാണ്. ഇപ്പോൾ നമുക്കറിയാം പ്രമേഹം എന്ന് എല്ലാവർക്കും വളരെയധികം കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ്, ഒരു ജീവിതശൈലി രോഗം കൂടിയാണ്. അപ്പോൾ ഈ പ്രമേഹം വന്നു കഴിഞ്ഞാൽ തന്നെ കുറച്ച് കാലത്തിനപ്പുറത്തേക്ക് കുറച്ച് കാലം നമുക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നൊരവസ്ഥ ഒരു കോംപ്ലിക്കേഷൻ കാണാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാഡിക്ഷീണം, നാഡിക്ക് ബലക്കുറവ് കാണാം. ഇത് പലതരത്തിലാണ് ആളുകൾ എഫക്റ്റ് ചെയ്യാറുള്ളത്. ചില വ്യക്തികൾക്ക് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു മരവിപ്പോ അതല്ലെങ്കിൽ ഒരുതരം ചുട്ട് കത്തുന്ന ഫീലോ ഒരു ബേണിംഗ് സെൻസേഷനോ ഒക്കെ ആയിരിക്കും. ചില വ്യക്തികൾ ഇതിന് എക്സ്ട്രീം വേർഷനായിട്ട് നാഡി തളർച്ചയൊക്കെ സംഭവിച്ചവർക്ക് ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദാഹരണക്കുറവ് കാണാറുണ്ട്. അടിസ്ഥാനപരമായിട്ട് ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് മരവിപ്പോ അല്ലെങ്കിൽ തരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ബേസിക് റീസൺ ആയിട്ട് അല്ലെങ്കിൽ അടിസ്ഥാന കാരണം കണ്ടെത്താൻ കഴിയുന്ന ഒരു പക്ഷേ അതിൻ്റെ ഒരു ബ്ലഡ് സർക്കുലേഷന് കുറവുകൊണ്ടായിരിക്കും. പ്രോപ്പറായിട്ട് ആ ഭാഗത്തേക്ക് ബ്ലഡ് ഫ്ലോ ഇല്ലെങ്കിലൊക്കെ ഈ പറയുന്ന ഒരു മരവിപ്പ് കാണാറുണ്ട്. ഇപ്പോൾ ചില വ്യക്തികൾക്ക് ഈ പറഞ്ഞ ഫ്രോസൺ ഷോൾഡറിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. കൈ പൊക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ കൈ ഇവിടുന്ന് ഇങ്ങോട്ട് കടഞ്ഞിറങ്ങുന്ന രീതിയിലുള്ളൊരവസ്ഥ. നമുക്ക് കൈ പൊക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു തരം പുകച്ചിലും ചുട്ടുതല കാണാറുണ്ട്. അപ്പോൾ നമ്മളിത് ആ പേഷ്യൻസിനെ പരിശോധിച്ച് റൂൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ പറഞ്ഞ സ്കാപ്പുല ഭാഗത്ത് നമ്മുടെ തോളൻ്റെ ഭാഗത്ത് അവിടുത്തെ മസിൽസിനൊക്കെ ഭയങ്കര സ്റ്റിഫ്നെസ്സും അവിടെ ചില ബ്ലോക്കൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ യുനാനി ചികിത്സാ രീതിയിലുള്ള കപ്പിംഗ് തെറാപ്പി അതുപോലുള്ള ഉച്ചിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ സപ്പോർട്ടീവായിട്ട് മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ മാറി കാണാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള കാരണം ഈ പറയുന്ന മസിൽസിന് വരുന്ന വല്ല ബ്ലോക്കേജ് അല്ലെങ്കിൽ സ്പാസംസോ മസിൽസിൻ്റെ മേലെ വരുന്ന നീരുകെട്ടുകളോ, ഇനി അതുമല്ലെങ്കിൽ ഈ നോർമലായിട്ട് കാണുന്ന വല്ല ബ്ലഡ് സർക്കുലേഷൻ്റെ കുറവൊക്കെ ആയിരിക്കും. ചില എണ്ണം പറഞ്ഞ ചില കേസുകളിലൊക്കെ മറ്റു പല റീസൺ കൊണ്ട്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് ചില മെഡിസിൻസിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടൊക്കെ, അല്ലെങ്കിൽ വല്ല ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ മറ്റേ നാർക്കോട്ടിക്കായിട്ട് ചില ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ടും സൈഡ് എഫക്റ്റ് ആയിട്ടൊക്കെ ഈ പറയുന്ന ഒരു മരവിപ്പും തരിപ്പൊക്കെ കാണാറുണ്ട്. ചില സ്ത്രീകളിൽ ഇപ്പോൾ റീസെൻ്റായിട്ടൊക്കെ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് കൂടുതലുള്ള സമയമാണ്. അപ്പോൾ ഇത്തരക്കാർക്ക് ഈ ഹോർമോണിൻ്റെ ഇംബാലൻസ് കൊണ്ടും ചില സമയത്തൊക്കെ ഈ പറയുന്ന ഒരു തരിപ്പും മരവിപ്പൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഒരു പുകച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധി വരെയൊക്കെ അത് ന്യൂറോൺസിൻ്റെ, അതായത് നമ്മുടെ നാഡികളിലൊക്കെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ തരിപ്പെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്തിൻ്റെ നെർവിന് എന്തെങ്കിലും ഡാമേജുകളോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മസിൽസിലേക്ക് രക്തമെത്താത്തതിൻ്റെ കാരണം കൊണ്ടൊക്കെ ആയിരിക്കും ഈ മരവിപ്പ് ഉണ്ടാകുന്നത്. ചില കേസുകളിലാവട്ടെ നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ പറഞ്ഞു വരും, പേഷ്യൻ്റ് നല്ല നടുവേദന ഉണ്ടെന്ന് പറയും. അതിൻ്റെ കൂടെ അവർ അസോസിയേറ്റ് ചെയ്തിട്ട് പറയും നല്ല നടുവേദനയുണ്ട്, നല്ല ഊരവേദനയാണ്, നമുക്ക് കുനിയാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാലൊക്കെ നമുക്ക് കാലിങ്ങനെ കടഞ്ഞിറങ്ങും, കാലിലേക്ക് ഭയങ്കര മരവിപ്പാന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം കേസുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പേഷ്യൻസിനെ പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നുകിൽ ഷിയാറ്റിക്ക എന്ന് പറയുന്ന ഈ നമ്മുടെ കാലിൻ്റെ ബാക്ക് തുടയുടെ പിറകുവശത്തൂടെ കടന്നു പോകുന്ന ഷിയാറ്റിക് നെർവിന് എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടായിരിക്കും. അതല്ലെങ്കിൽ ലംബാർ ആഡിക്കുലോപ്പതി എന്ന് പറയുന്ന ഇതിൻ്റെ തന്നെ മറ്റൊരു വകഭേദമായിട്ടുള്ള ലംബാർ ആഡിക്കുലോപ്പതി പറഞ്ഞ കാര്യം കൊണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ തരിപ്പ് എന്ന് പറയുമ്പോഴൊക്കെ തന്നെ തരിപ്പിനുള്ള മെഡിസിൻസ് എഴുതുന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് തരിപ്പ് സംഭവിക്കുന്നത്? ചിലപ്പോൾ അത് മസിൽസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം, മസിൽസിലേക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് വെസൽസ് ബ്ലഡ് പമ്പ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള ന്യൂറോൺസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം. അതുമല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും നെർവ് കംപ്രഷൻ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിയാറ്റിക കേസൊക്കെ മിക്കതും കാണാനുള്ള റീസണായിട്ട് പറയുന്നത്
പൈരിഫോമി സിൻഡ്രോം എന്ന് പറയുന്ന ഈ ഇടുപ്പലിൻ്റെ അകത്ത് കാണുന്ന ഒരു മസിൽസിന് വരുന്ന പ്രശ്നം കൊണ്ടാണ്. ചില കേസുകളിൽ ഹെർണിയേറ്റഡ് ഡിസ്ക് അഥവാ ഡിസ്ക് ബൾജ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന നാടിയുടെ മേലെ വല്ല ക്ഷതങ്ങൾ ഏൽപ്പിക്കുന്ന വഴിയോ, അല്ലെങ്കിൽ സ്പൈനൽ സ്റ്റീനോസിസ് എന്ന് പറയുന്ന നട്ടൽ ചുങ്ങിക്കൊണ്ട് ഈ നെർവിന് മേലെ കംപ്രഷൻ വരുന്ന പല കാരണം കൊണ്ടും സംഭവിക്കാറുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ ക്ലിനിക്കിലേക്ക് വരുന്ന ചില പേഷ്യൻസിന് പ്രധാനപ്പെട്ട ഈ തരിപ്പും മരവിപ്പൊക്കെ വരുന്ന റീസണായിട്ട് പറയുന്നത് അവർ ഡ്രൈവർമാരായിരിക്കും. അപ്പോൾ അവർ സീറ്റ് കുഷ്യൻ അല്ല എങ്കിൽ കുറേ പ്രൊലോങ്ഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഇരിക്കുമ്പോൾ ഈ നാടികളുടെ മേലെ കംപ്രഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് യുവാക്കളിൽ കൂടുതൽ ഇത്തരത്തിലുള്ള തരിപ്പും മരവിപ്പൊക്കെ വരുന്നൊരു കാരണമായിട്ട് പറയുന്നത് ഇവർ ബാക്ക് പോക്കറ്റിൽ കട്ടിയുള്ള പേഴ്സ് വാലറ്റൊക്കെ വെക്കുന്നത് കാരണം ഈ പറയുന്ന നെർവിന് ഇഷ്യൂസ് വരാനും തരിപ്പും മരവിപ്പൊക്കെ കാണാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എക്സാക്റ്റ് ആയിട്ട് ഇങ്ങനെ തരിപ്പും മരവിപ്പും വരുന്നതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കി റൂൾ ഔട്ട് ചെയ്ത് അതിന് പ്രോപ്പറായിട്ട് മെഡിസിൻസും അതിനോട് കൂടെ തന്നെ സപ്പോർട്ടീവായിട്ട് നല്ല റെജിമൽ തെറാപ്പീസ്, യുനാനിൽ പെട്ട റെജിമൽ തെറാപ്പി എന്ന് പറയുന്ന ഒരുപാട് തെറാപ്പീസ് ഉണ്ട്. ഇപ്പോൾ ഹിജാമ അല്ലെങ്കിൽ കപ്പിംഗ് തെറാപ്പി, ഉഴിച്ചൽ, അതുപോലെ നമുക്ക് സ്വെറ്റിങ് വേർപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും ചികിത്സാ രീതികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഇതിനൊക്കെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല 100% ഒക്കെ നമുക്ക് ഗ്യാരൻറ്റിയോട് കൂടിയിട്ട് ഇപ്പോൾ അസുഖം മാറ്റിയെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സംഗതി വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം ആദ്യത്തെ പഠനം. അപ്പോൾ ചില നേരത്തെ പറഞ്ഞ പോലെ ഈ പേഷ്യൻസിന് ഡയബറ്റിക്കിൻ്റെ പ്രശ്നമായിരുന്നു. ഹായ്, എന്തായിരുന്നു ഇവിടെ വരുന്നതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ? കാലിന് ഭയങ്കര തരിപ്പ്, വേദന, ഭയങ്കര ബുദ്ധിമുട്ടായി. അത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. എങ്ങനെയായിരുന്നു അതിന്റെ കാര്യങ്ങൾ, കണ്ടീഷൻസ് ഒന്ന്? 24 മണിക്കൂർ വേദനയാണ്. പിന്നെ മരുന്ന് യാത്ര ചെയ്യാനോ ബാക്കിയുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എങ്ങനെയായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്? അത് നമ്മളൊരു സുഹൃത്തിനെ അപ്രത്യക്ഷമായി കണ്ടതാ. മലപ്പുറത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരികയായിരുന്നു. ആളുടെ കാൽമുട്ട് വേദന, വേദന കുറെ വർഷങ്ങളായി പഴക്കമുള്ളതാ ആൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആള് ഈ 14 സ്റ്റെപ്പ് ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ പലതും ചെയ്തിട്ടൊന്നും ആൾക്ക് സമാധാനമില്ല. അപ്പൊ ആള് പറഞ്ഞപ്പോ ഞാനൊരു പുതിയൊരു ട്രീറ്റ്മെന്റിന് പോയതാണ്. ഒരു 3 ദിവസമായി. പക്ഷെ എനിക്ക് നല്ല ക്ലിയർ ആയി. ഇപ്പൊ കാല് മുടക്കാനും മറ്റുള്ള കാര്യത്തിലൊക്കെ പറ്റുന്നുണ്ട്. എല്ലാം സ്മൂത്ത് ആയി. എന്താ നിങ്ങൾ ആ നമ്പർ തരുന്ന പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇവിടെ വന്നു. എന്റെ ക്രിസ്മസിന്റെ അന്ന് ഓഫ് പോയി. പിറ്റത്തെ കാലത്ത് വിളിച്ചിട്ട് വന്നു. ഒരു 3 ദിവസത്തെ ഉഴിച്ചില് ചെയ്തപ്പോഴത്തേക്കും എന്റെ കാര്യം ക്ലിയർ ആയി. എനിക്കത് ബിസിനസ് ആയതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു. പക്ഷെ വൈഫിന് നെറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു. കാലങ്ങളായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തതാ. വൈഫിന് ഇത് പോയിട്ടുണ്ട്. ഒന്ന് 4 ദിവസമായി. ഒരു മാക്സിമം ഓക്കെയാണ്. ആയിട്ടില്ല, കംപ്ലീറ്റ്. അപ്പോ ഇതിന്റെ മുമ്പത്തും ഇപ്പോഴത്തും തമ്മിലൊരു വ്യത്യാസം നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? കാല് ഭയങ്കര മരവിപ്പ്, വേദന. ഇപ്പൊ അതില്ല. സ്മൂത്തായിട്ട് നടക്കാൻ പറ്റുന്ന ഇതിനൊക്കെ ഉറക്കത്തിന്റെ പോണി നീട്ടി കഴിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് വെച്ചിട്ടെങ്കിലും നടക്കായിരുന്നു. കഴിഞ്ഞു ഒരു ഗുണം ഉണ്ടായില്ല. ഒരു 3 ദിവസം കൊണ്ട് തന്നെ വന്ന് 3 ദിവസം കൊണ്ട് ഞാൻ ട്രീറ്റ്മെന്റ് നിർത്തി. അപ്പോൾ ഷുഗർ വന്നു കഴിഞ്ഞാൽ ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ടാവും. ചിലപ്പോൾ ആ പേഷ്യൻസിന് ഷുഗർ ഉണ്ടായിരിക്കും, മെഡിസിൻ കഴിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അത് നോർമലായിരിക്കും. അപ്പോൾ നമ്മൾ തരിപ്പ് എന്ന് പറയുമ്പോഴേക്കും ചാടി കയറി അതിന് തരിപ്പിന് മെഡിസിൻസ് കഴിക്കാതെ ഇപ്പോൾ ഈ ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചികിത്സിക്കേണ്ടത് ഈ ഷുഗർ ഒന്ന് ഔട്ട് ഓഫ് കൺട്രോൾ ആണെങ്കിൽ അത് കൺട്രോളിലേക്ക് കൊണ്ടുവന്ന് ആ പേഷ്യൻസിൻ്റെ നെർവൊക്കെ ഒന്ന് സ്റ്റിമുലേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ എന്ത് കാരണം കൊണ്ട് വന്നത് മനസ്സിലാക്കി അതിനെ ഒന്ന് മാനേജ് ചെയ്ത് പിന്നെ ഈ ഫർദറായിട്ട് ഈ പറയുന്ന സപ്പോർട്ടീവായിട്ട് നമുക്ക് ഈ പറയുന്ന തെറാപ്പി മുഴിച്ചിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് തരിപ്പ് എന്നൊക്കെ. ചിലപ്പോൾ അതിന് കൂടെ മറ്റു പല പ്രശ്നങ്ങളും കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില വ്യക്തികൾക്ക് പെയിൻ ആയിരിക്കും പ്രൈമറി റീസൺ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ പറയുന്ന തരിപ്പുകൾ കാണാം. കഴുത്ത് വേദന ഉണ്ടാവാറുണ്ട്. ടോർട്ടിക്കോളിസ് എന്നൊക്കെ പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലൊക്കെ കഴുത്ത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കും, കഴുത്ത് തിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ വരുന്ന ഡെൽറ്റോയിഡ് മസിൽസിനും ട്രപ്പീസസിനൊക്കെ വരുന്ന ചില ഇഷ്യൂസ് കൊണ്ടും സ്പാസം കൊണ്ടൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പറയുന്ന തരിപ്പും മരവിപ്പും കാണാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ആ വേദന പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മസിൽസിൻ്റെ സ്പാസം പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷിയാറ്റിക്ക പോലത്തെ നെർവിൻ്റെ ഇഷ്യൂസൊക്കെ ആണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കഴിഞ്ഞാൽ അതിനെ കൂടെ അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ഇത്തരം സിംറ്റംസും ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് താനെ ഇല്ലാതായിട്ടൊന്ന് കാണാൻ പറ്റും. ചില കേസുകളിൽ വേദന ഒന്നും ഉണ്ടാവില്ല, ഈ പറയുന്ന ഒരു ഫീലായിരിക്കും. ഇപ്പോൾ കാലിൻ്റെ അടിഭാഗം ചുട്ട് കത്തുന്ന രീതിയിലൊരു ഫീലൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ പ്ലാനർ ഫാസൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ടായിരിക്കാം. പ്ലാനർ ഫാസൈറ്റിസ് നമ്മൾ ഓൾറെഡി വീട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മുന്നേ.
അപ്പോൾ ഈ ഉപ്പൂറ്റി ആ പ്ലാന്റാർ ഫാഷ്യക്ക് വരുന്നതിൽ നീർവീഴ്ച കൊണ്ടോ അതല്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ ആധിക്യം കൊണ്ടൊക്കെ ചില വ്യക്തികൾക്ക് ഈ പറയുന്ന പോലെ ഒരു ചുട്ടുകത്തൽ, ഒരു ബേണിംഗ് സെൻസേഷൻ, ഒരു മരവിപ്പ്, തരിപ്പൊക്കെ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുന്ന വഴി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു അസുഖമാണ് ഈ പറയുന്ന നമ്പനസ് അല്ലെങ്കിൽ പാരസ്തേഷ്യ എന്നൊക്കെ പറയുന്ന തരിപ്പും മരവിപ്പും ഒക്കെ. ഈ തരിപ്പ് എന്ന് പറയുന്നൊരവസ്ഥ പ്രായഭേദമന്യേ ആർക്കും വരാവുന്ന ഒരു കണ്ടീഷനാണ്. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഒരു അഡൾട്ടിലാണ്, മുതിർന്നവരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഡയബറ്റീസും അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നത് കൂടുതൽ മുതിർന്ന ആളുകളായതുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നം കൂടുതലായിട്ട് അവരെ എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ യൂട്യൂബിൽ അതിനെ പറ്റി വീഡിയോ അന്വേഷിക്കും. അപ്പോൾ അതിന് ഒരുപാട് ഹോം റെമഡീസ് കാണാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ ഇത് എന്ത് എക്സാക്ട് റീസൺ കൊണ്ടാണ് തരിപ്പ് വന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ആദ്യം പടി നമ്മളത് പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ ഒരു പക്ഷേ ഡയബറ്റിക് കൊണ്ടാണ് നമുക്ക് ഈ നമ്പനസ് വരുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന തരിപ്പിനുള്ള ഹോം റെമഡീസ് എടുക്കുന്നതിന് പകരം ആദ്യം ഈ പറയുന്ന ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഹോം റെമഡീസ് ചെയ്ത് തരിപ്പിനെ സ്വയം ചികിത്സിച്ച് അതിനെ ഭേദമാക്കുന്നതിനപ്പുറത്തേക്ക് തരിപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ അഡ്വൈസ് തേടുക. എന്തുകൊണ്ടാണ് തരിപ്പ് വന്നത്, ഇതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എക്സാക്റ്റ് ഡയഗ്നോസിസ് ചെയ്യുന്ന വഴി, എന്തുകൊണ്ടാണ് തരിപ്പ് വന്നതെന്ന് മനസ്സിലാക്കുന്ന വഴി കൃത്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ചില തരിപ്പുകൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നില്ല. പക്ഷേ അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതിനെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അത് മെല്ലെ മെല്ലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഷിയാറ്റിക്ക പോലത്തെ കണ്ടീഷൻസിലൊക്കെ നമുക്ക് നിന്ന് കഴിഞ്ഞാലൊക്കെ കടഞ്ഞിറങ്ങുന്ന രീതിയിലുള്ള വേദന ഉണ്ടാവാറുണ്ട്. ചില ആളുകൾ തരം പുകച്ചിലായിരിക്കും, അവിടെ ഒരു ബേണിംഗ് സെൻസേഷൻ ആയിരിക്കും. ചില വ്യക്തികളിൽ ഈ പറയുന്ന പോലത്തെ ഒരു നല്ല മരവിപ്പോ അല്ലെങ്കിൽ തരിപ്പോ ആയിരിക്കും. അപ്പോൾ നമ്മളതൊരു നോർമലായിട്ട് കണ്ട് അതിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഈ തരിപ്പ് മെല്ലെ മെല്ലെ ഗ്രാജുവലായിട്ട് കൂടാനും നമുക്ക് നിൽക്കാനോ നടക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദൈനംദിന ആക്ടിവിറ്റികളിൽ ഏർപ്പെടാനോ പറ്റാത്ത രീതിയിൽ അത് വഷളാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം സംഗതികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹോം റെമഡീസ് ഒന്നും അധികം പരീക്ഷ മെനക്കെടാതെ ഡോക്ടർ അഡ്വൈസ് തേടുക. കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മനസ്സിലാക്കുക. എന്നിട്ട് അതിന് അനുയോജ്യമായിട്ട് തെറാപ്പികളൊക്കെ ചെയ്യാം. ഇപ്പോൾ യുനാനി കൺസെപ്റ്റ് പ്രകാരം ഇത്തരം കേസുകളിലൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഈ പറയുന്ന കപ്പിംഗ് തെറാപ്പിയും അതുപോലെയുള്ള ഊഴ്ചലൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കമൻറ്റിൽ അറിയിക്കാം, വിളിച്ചു ചോദിക്കാം. മറ്റൊരു ടൈം കാണാം. താങ്ക് യു.